came out at the beginning of the round. Good left hand there from Satsumi, big left hand. You can see even though his back was to his Suyunbai was rocked by that one. You can see it go through his entire Satsumi. Distance and spec. He was looking for that single shot, punching up with the left hand generally, and he landed it, I think, often enough to get over to do that, because he knows what Tatsumi's got to do there. He's got to try and close the distance and spec. He was looking for that single shot, punching up with the left hand generally, and he landed it. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് സ്പെഷ്യലാണ്, വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ കുറേ പൂച്ചകളുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു വ്ളോഗാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട തിരിച്ചളിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറേ പൂച്ചകളുണ്ട്, അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ടീച്ചർ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്, നമ്മൾ ഈ ഒരു വീഡിയോക്ക് ടീച്ചർ നല്ല സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ബൂസ്റ്റർ ക്യാറ്റ് വ്ളോഗ് ആയിട്ട് മാത്രം ഒരു ചാനൽ തുടങ്ങും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മാത്രം നമ്മൾ അത് തുടങ്ങുന്നുള്ളൂ, നമ്മളങ്ങനെ തുടങ്ങത്തില്ല. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കാണിച്ചു വെച്ചിരിക്കുക. അപ്പം നേരെ വീഡിയോ മച്ചന്മാരെ. അന്നേരം നേരത്തെ ഞങ്ങൾക്ക് കുറച്ച് 10-20 പൂച്ചകളുണ്ടായിരുന്നു. അന്നേരം ഇപ്പോൾ 7 പൂച്ചയാണ് ഉള്ളത്. അപ്പോൾ നേരത്തെ ഞാനൊരു ഷോട്ട് എടുത്തു വെച്ചപ്പോൾ ഉണ്ടായിരുന്നു നേരത്തെ ഉള്ള പൂച്ചകളുടെയൊക്കെ. അതിനകത്ത് പലരും ഇപ്പോഴും ഉണ്ട്, 2-3 പേരെങ്ങാനും ഉണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം. അതിനുശേഷം നമുക്ക് ബാക്കി ഇപ്പോൾ ഉള്ള പൂച്ചയുടെ പേരും ബാക്കി കളികളും ഒക്കെ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യത്തെ നമ്മുടെ പൂച്ചയെന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പപ്പുഡുസ് എന്നാണ്. പപ്പുഡുസ്. അപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ കുഞ്ഞാണ് ഇത്. 3 എണ്ണം ഉണ്ടായിരുന്നു. 2 എവിടെയോ ആൾ കണ്ട് കളഞ്ഞു. ഭയങ്കര ഭയങ്കര കളിയാണ് കേട്ടോ. ലാസി എന്നാണ് ഇതിൻ്റെ പേര്. ലാസി കണ്ട ഭയങ്കര കളിയാണ്. കണ്ടാ ലാസി യാസീന്ന് വിളിച്ചാൽ ഓടി വരും കേട്ടാ. ഇപ്പോൾ കളിയായതുകൊണ്ട് അകത്താണ് എപ്പോഴും. ഇവിടെ പപ്പിടിസ് ഇവിടെ വാലാട്ടി കൊടുക്കുകയാണ് ഇവിടെ കളിക്കാൻ വേണ്ടി. പപ്പിടിസേ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ പൂച്ചയുടെ കുഞ്ഞ്. ഇതിപ്പോൾ വലുതായി, അത് ചത്തുപോയി. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം ഇപ്പോൾ കാണിച്ചതെന്ന് പറയുന്നത് രണ്ടാമത്തെ, അത് ആദ്യത്തെ രണ്ടാമത്തെ, അതിപ്പോൾ നിലവിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കാണിച്ചതിൻ്റെ പേര് സുട്രു എന്നാണ്. ഇത് മിന്നുവേ, ഇതാണ് മിന്നു. ഒരാശായിട്ട് ഇങ്ങനെ കളിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇവരുമൊക്കെ ആയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേണ്ട എന്തോടോ കളിക്കാൻ നിൽക്കുവാണോ? കളിക്കുന്നു. ഏതായാലും മിന്നു ഇത് അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഇതിൻ്റെ പേര് നിപ്പു എന്നാണ്. ഇവർ 3 പേരും ഒരു പൂച്ചയുടെ കുഞ്ഞാണ്. മിന്നു, നിപ്പു, പൊന്നു. ഇവരൊക്കെ ഭയങ്കര കളിയാട്ടോ. വാ. ഇപ്പം എത്ര പൂച്ചയായി? 1, 2, 3, 4, 5 കൊണ്ട് പോകുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഞങ്ങളുടെ ഇട്ടാപ്പുവാണ്. എൻ്റെ പേര് ഇട്ടാപ്പു എന്നാണ്. ഇട്ടാപ്പു ആൾ ഉറക്കാം കേട്ടോ. ഇട്ടാപ്പു പുള്ളിക്കാരൻ ഉറക്കമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഒരാളെയും കൂടി കാണാനുണ്ട്. ഒരാൾ കറങ്ങാൻ പോയേക്കുവാണ്. ഇപ്പം ഇവളകത്ത് കയറി. ഇനിയിപ്പോൾ ഇവിടെ അകത്തുള്ള കളികളൊക്കെ കാണാം. ലസി കള്ളി അവളെ കളിയെല്ലാം കഴിഞ്ഞിട്ട് ക്ഷീണം.
ആള് ഉറക്കവാടുകൊണ്ടും കളിക്കുന്നില്ല. അങ്ങനെ പോയ ആളിവിടെ എത്തിയിട്ടുണ്ട്. സുട്ടാപ്പി എന്നാണ് കേട്ടോ പേര്. പുള്ളിക്കാരി ഓരോ മാലയൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. സുട്ടാപ്പി ഞങ്ങൾ സുഡാനിന്നൊക്കെ ഇടയ്ക്ക് വിളിക്കും കേട്ടോ. സുഡാനി ഭയങ്കര ബോൾ കളിയൊക്കെ ആയിരുന്നു. അവിടെ പോവാ ഇവിടെ പോടി. വാലിച്ചിരിയേ ഉള്ളൂ. ഇതുപോലെ കളിച്ചേ. ഇപ്പം അവനൊന്നും കളിക്കത്തില്ല ആള്. സുട്ടാപ്പി അപ്പോൾ മറ്റന്മാരെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പൊ തന്നെ ഇവിടെ ഒരാൾ ഉറക്കമാണ്. അപ്പോൾ നിങ്ങൾ അത് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ പേര് പക്കുടു ആണ്. അപ്പോൾ ഇത് അതിന് ശേഷമുള്ളതാണ് കേട്ടോ, ആ വീഡിയോയ്ക്ക് ശേഷമുള്ളതാണ്. പുള്ളിക്കാരന്റെ കളിയൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിന് ശേഷം ഞാൻ അത് ഇടുന്നതായിരിക്കും. ഇവൻ ഉറക്കമാണ് ഇപ്പോൾ. പക്കുടു എന്നാണ് കേട്ടോ പേര്. പക്കുടു ഇങ്ങോട്ട് വാങ്ങിയേ. ഒരു ഹായ് പറഞ്ഞേ പക്കുടു, ഒരു ഹായ് പറഞ്ഞേ. ഇവന്റെ മെയിൻ സാധനം തൂവലാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം തൂവലൊക്കെ ഇട്ട് കളിക്കുന്നത്. നമുക്കൊരു തൂവലിടുക. അപ്പോൾ അതാ ഇവിടെ ഇവൻ കാക്കയുടെ ഒക്കെ തൂവല് പോയി എടുത്തോണ്ടിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു തൂവല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തൂവല് നമുക്കൊന്നും കളിപ്പിക്കാൻ ഞാൻ കാണിച്ചു തരാം. പക്കുടു നോക്ക്. ഉറക്കത്തില് തൂവല് കൊടുത്താലും അവൻ ആ തൂവല് വേണം. പക്കുടു ആ തൂവല് ഒന്ന് എടുത്തേ. വായ എടുത്തേണ്ട ഗൈസ്. എന്താ ഒരു ഹായ് പറഞ്ഞ ആ തൂവല് വെച്ചോണ്ട്. അത് തിന്നാൻ പറഞ്ഞില്ലല്ലോ. ചെറുതൊക്കെയാണെങ്കിൽ തിന്നും ഗൈസ്. വലുതൊക്കെ ഇവൻ കാക്കയുടെ ഒക്കെ പിടിച്ചോണ്ട് വരും കേട്ടോ. അതൊക്കെ രസമാണ്. പക്ഷെ കയ്യിലള്ളുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു നക്കല്. ഒന്ന് കാണിച്ചേ തൂവല് ഒന്ന് കാണിച്ചേ. തൂവല് ഒന്ന് കാണിച്ചു കൊടുത്തേ. അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പൊ നമുക്ക് അടുത്താണ് നോക്കാം. നല്ലവിടെ കിടക്കട്ടെ. ഇനിയിപ്പോ അതിട്ടൊന്ന് തകർത്തിട്ടൊക്കെ ഉള്ളു. ഒരു ഹായ് പറഞ്ഞേ മക്കളോ. അപ്പൊ നമുക്ക് അടുത്താണെന്ന് നോക്കാം. നമ്മുടെ വണ്ടി വിളിപ്പുണ്ട് കേട്ടോ. നല്ല വെയിലത്താണ് നിൽക്കുന്നത്. നമുക്ക് വണ്ടി ഒന്ന് നീക്കാം. ഞാനധികം വെയിലത്ത് വെക്കാറില്ല കേട്ടോ. വേറെ നമുക്ക് അവിടെ നീക്കി വെക്കാം. ഓക്കെ. ഇപ്പോൾ വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാം അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളെ പക്കുടു വീണ്ടും അത് തന്നെ ഇട്ട് കളിച്ചിരിക്കുന്നത്. ശരി നമുക്ക് അടുത്താളെ നോക്കാം. അപ്പോൾ ഈ പൂച്ചകളെയൊക്കെ വളർത്താൻ ഞങ്ങൾക്ക് കൂടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കൂടുണ്ട്. ഞാനത് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇവിടെ രണ്ട് കൂടുണ്ട്. ഇപ്പം ഈ കൂട് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഒരാളിപ്പം ഇത് നമ്മുടെ സുട്ടാപ്പി. നിങ്ങൾക്കറിയാം നമ്മുടെ മെയിനാണ് സുട്ടാപ്പി ജയിലിൻ്റെ അകത്താക്കി ഗൈസ്. സുട്ടാപ്പിയുടെ 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടാ. വേറെ ലെവലാണ്. ഭയങ്കര കളികളാണ്. സുട്ടാപ്പി ഇവിടെ ഇന്നാലും വിളിച്ചാൽ ഓടി വരും ഗൈസ്. പ്രത്യേകമാണ് സുട്ടാപ്പി. സുട്ടാപ്പി വിളിച്ചാൽ കോഴി പോകുന്നു. സുട്ടാപ്പി. അപ്പൊ ഈ ഒരു കൂടിന്റെ പ്രത്യേകത വെച്ചാല് അടിയില് നമുക്ക് മണ്ണിടാം. അതായത് നമ്മൾ മണ്ണില്ലേ, മണ്ണില് വെക്കാം. അപ്പൊ ഇത് 2 കുഞ്ഞുങ്ങൾ ഉറക്കമാണേ. 2 പേരാണ് കേട്ടോ. പേരൊന്നും കിട്ടില്ല. അപ്പം നമ്മുടെ 2 കുഞ്ഞുങ്ങൾ ഇപ്പൊ പ്രസവിച്ചേ ഉള്ളു. ഇപ്പൊ 2-3 ആഴ്ചയായി. അപ്പൊ നിങ്ങൾ പേരൊക്കെ നല്ല ഉണ്ടെങ്കിൽ ഒന്ന് പറ. അപ്പം പേരൊക്കെ നമ്മൾ കുറച്ച് താമസിച്ചൊക്കെ ഇടത്തുള്ളൂ. എന്നാലും നിങ്ങൾ പറ, പേരൊക്കെ ഒന്ന് പറ. അപ്പൊ നമുക്ക് ഇടാം. അപ്പൊ സുട്ടാപ്പി ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. സുട്ടാപ്പിയുടെ വാല് ഞാൻ പറഞ്ഞാലല്ലോ, ഇച്ചിരിയേ ഉള്ളു വാല്. നല്ല രസമാണ്. സുട്ടാപ്പിയെ ഒരു ഹായ് പറഞ്ഞേ. സുട്ടാപ്പി ഒരു ഹായ് പറഞ്ഞേ.
അപ്പൊ സുട്ടാപ്പിയും ഭയങ്കര കളിയാണ്. സുട്ടാപ്പിയുടെ കാര്യം പറഞ്ഞാൽ പല്ലിയാണ് കേട്ടോ. പക്ഷെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്താണെന്ന് നോക്കാം. ബാക്കി കുറച്ചു നേരമൊക്കെ കറങ്ങാൻ പോയിക്കോന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പൊ എത്രയായി? 1, 2, 3, 4 പേരായിട്ടുണ്ട് കേട്ടോ. ഇറങ്ങാൻ നിൽക്കണം സുട്ടാപ്പി. ഇപ്പൊ ഇറങ്ങി ഇറങ്ങ. വലിയ പിടിക്കണോ? നിനക്ക് വലിയ വേണോ? അടി വലിയ വേണോ സുട്ടാപ്പി? വലിയ വേണോ? ഇല്ല, സ്പിന്നിനെ ഉണക്കിയിട്ട് വെച്ചോളൂ കേട്ടോ. നമുക്ക് അടച്ചേക്കാം. അപ്പോ മറ്റേ കൂട് ഞാൻ കാണിച്ചു തരാവേ. മറ്റേ കൂടാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കിയത്. ഇത് കുറച്ചില്ല വലിയ കോഴിക്കൂട് പോലാണ്. ഉണ്ടാ കൂടിന്റെ അവസ്ഥകളാണ്. ഇത് പൊങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ വെള്ളം കുടിക്കാനാണ് കേട്ടത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ രാത്രിയിലാണ് ഇടുന്നത് നമ്മുടെ ആ പക്കുടുവിനെയാണ് കേട്ടോ. ആദ്യം കളിച്ചോ ഷീറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയേക്കാണ്. ഇച്ചിരി വലിയ അത്യാവശ്യം വലിയ കൂടാണ്. മറ്റേത് രണ്ടാമത് പണിയാണ്. ഇനിയും 2-3 പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇനി വരണം. വന്നതിന് ശേഷം ഇനി ബാക്കി എടുക്കാം. അപ്പോൾ പക്കുടുവിൻ്റെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു തൂവൽ നമുക്ക് ഉണ്ടാവും. കൈ ഞുളയ്ക്കുന്നുണ്ടോ തൂവലെടുത്തോ? ഇഷ്ടപ്പെട്ടില്ലേ? തൂവലെടുത്ത് കാണാൻ ഇഷ്ടപ്പെട്ടില്ല. മുടി കൊടുത്തു വള്ളിയുണ്ട്. വള്ളി പക്കടേ ഗൈസ്. അപ്പോൾ അതാ ഇപ്പോൾ ഞാൻ മേളിലാണുള്ളത്. സാധാരണ ഇവൻ ഈ പകല് സമയത്തൊക്കെ നമ്മൾ ഈ ഒരു സൈഡിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഇന്ന് കണ്ടില്ല. അപ്പം എവിടെയെങ്കിലൊക്കെ മീനോ തിന്നാൻ അപ്പുറത്തൊക്കെ പോയതായിരിക്കും. അപ്പം ഏതായാലും ഞാൻ വരട്ടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മറ്റേ ചാനലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ നല്ല സപ്പോർട്ടാണ് കിട്ടുന്നെങ്കിൽ നമ്മൾ മറ്റൊരു ചാനൽ തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേര് കറക്റ്റ് ഞാൻ ഇട്ടത് ക്യാറ്റ് വ്ലോഗ് എന്ന് പറഞ്ഞാണ്. പക്ഷേ അത് നമുക്ക് മാറ്റണം. അപ്പം നിങ്ങൾ തന്നെ ഒരു സെലക്ട് ചെയ്യുക നല്ലൊരു പേര്. താരെ കമൻറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോയുടെ താരെ കമൻറ്റ് ചെയ്താൽ മതി. ക്യാറ്റ് വ്ലോഗ് മാറ്റി വേറെ എന്തെങ്കിലും വ്യത്യസ്തമായ വ്ലോഗ് പറ്റിയ വീഡിയോ ചാനലിൻ്റെ പേര് നിങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് തുടങ്ങാവുന്നതാണ്. പിന്നെ 2 പൂച്ചക്കുഞ്ഞുങ്ങളുടെ പേര് നിങ്ങൾ പറയുക. പിന്നെ നമുക്ക് ലാസി എന്ന് പറയുന്ന പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടെന്ന് ചോദിക്കുന്നു ആ ഒരു വീഡിയോ പൊളിയായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് കൂടുതൽ പൂച്ചകളുണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഓരോ ദിവസം മരിച്ചു പോയിരുന്നു. അതെന്തോ പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ ഇപ്പം മൊത്തം നിലവിൽ 7 പേരാണ്. അപ്പം ഒരാൾ വരാണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം പിന്നെ പറയുവാണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ വന്നേക്കെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർക്കും പൂച്ചകളുമായിട്ട് ഭയങ്കര സ്നേഹവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യം പൂച്ച കിട്ടിയത് ഞങ്ങളുടെ പഴയ വീട്ടിൽ ഒരു പൂച്ച പുറകിൽ കിടന്ന് കരയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നോമ്പായിരുന്നു. അപ്പോൾ അന്ന് ഈ പാലൊക്കെ അന്ന് ചായ ഇട്ടാൻ വേണ്ടി കാച്ചപ്പോൾ ഒരു ശാലം കൊണ്ട് വെച്ചു കൊടുത്തു. അപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പൂച്ചയിൽ ഒരാളങ്ങാണ്ട് എൻ്റെ ഷൂല് അന്ന് സ്കൂളുണ്ടായിരുന്നു. കൊറോണയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഷൂല് വന്നിരിക്കുന്ന കണ്ടു. ഒരു സന്ധ്യയൊക്കെ ആയപ്പം ഷൂവിൻ്റെ അകത്ത് വന്നിരിക്കുന്നു. അപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു. ആദ്യം ഒരാൾ വന്നു. പിന്നെ നോക്കിയപ്പോൾ ഒരാളും കൂടി വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പിന്നെ ഫുള്ള് അവിടെ ആയി. ഞങ്ങൾ വളർത്തി. അങ്ങനെ പിറ്റേ ദിവസം 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഒരു പൂച്ചക്കുഞ്ഞിനെ ഒരു കീരി പിടിച്ചോണ്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേനെ ഞങ്ങൾ എന്ത് ചെയ്ത് അടച്ചിടാൻ ഫേസ്ബുക്കൊക്കെ വെച്ച് അടച്ചിടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത്രയൊക്കെ ആയത്. അപ്പോൾ എല്ലാവർക്കും പൂച്ചകളെ ഇഷ്ടമാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം വെച്ചാൽ പലരും പൂച്ചയായിട്ട് ഓരോ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പം എല്ലാവരും വീഡിയോസുമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ആ പൂച്ചയുടെ കളികളൊക്കെ ഒന്ന് കാണുക. അപ്പം ആ ഒരു ചാനലിൽ നമ്മൾ ആ ഒരു ക്യാറ്റ് വ്ലോഗ് ഇപ്പോൾ ക്യാറ്റ് വ്ലോഗ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. പേര് മാറ്റണം നമുക്ക്. അപ്പം ഇപ്പോൾ പറയുവാണ് ക്യാറ്റ് വ്ലോഗ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് പൂച്ചയുടെ ഒക്കെ വീഡിയോ ആണ്. പിന്നെ ഇപ്പോൾ ഉള്ള ആ 2 കുഞ്ഞുനടൻ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ലെങ്ത് കൂട്ടാനായിട്ട് ഇടുന്നില്ല. പിന്നെ നേരത്തെ ഞാൻ കുറച്ച് ഷോർട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി നിങ്ങൾ കാണുക. പിന്നെ ആ ഒരു ചാനലിൽ അപ്ഡേറ്റ് കുറേയൊക്കെ വരും.
പുതിയ പൂച്ചയുടെയും എല്ലാ പൂച്ചയുടെയും വീഡിയോസൊക്കെ ആ ഒരു ചാനലിൽ വരുന്നതാണ്. അപ്പം നമുക്കിനി ഓരോ വീഡിയോ ആയിട്ട് കാണാം. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ അവനെ കൂടി കാണിച്ചു തരാം. ഇട്ടാപ്പൂനെ കാണിച്ചു തരാം. എൻ്റെ പേര് ഇട്ടാപ്പൂ എന്നാണ്. അവൻ വരട്ടെ, എന്നിട്ട് ശേഷം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഓക്കെ ഗായ്സ്, അപ്പോൾ അതാ നമ്മുടെ പോയ ഇട്ടാപ്പൂ വന്നിട്ടുണ്ട്. കറക്കൊക്കെ കഴിഞ്ഞ് വന്നേ കേട്ടോ. കറങ്ങാൻ കഴിഞ്ഞ് വന്നതാണോ അവിടെ? ആണോ? ഞാനും കളിയും കേട്ടോ. ദേ കാണിച്ചു തരാം. കളിച്ചേ ഇല്ല ഗായ്സ്. ഇപ്പോഴാ പോവാണ്, ഞങ്ങൾ പോവാണ്. ആ ഇട്ടാപ്പൂ ഒരു ഹായ് പറയുവോ? ഒരു ഹായ് പറയുവോ? ഒരു ഹായ് പറയുവോടാ? ഗായ്സ്, നമ്മുടെ സന്ദർശനം ഇതാ പോവാണോ? ഗായ്സ്, ചോറുണ്ടാണ് കേട്ടോ. ഇവരുടെയൊക്കെ പ്ലേറ്റാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നിങ്ങൾ ഇവരുടെയൊക്കെ ഒരു കളിയൊക്കെ ഒന്ന് കണ്ടിട്ടു. അപ്പം ഏതായാലും ഇവരുടെ കളിയൊക്കെ നിങ്ങൾ കണ്ടിട്ടു. അപ്പം നമ്മുടെ സുട്ടാപ്പിയും പക്കടും കൂടി ഇതാ ഭയങ്കര ഇടിയിട്ട കളി. എൻ്റെ ചെടി എന്നാ നാശമാക്കുന്നു ഗൈസ്. മൊയ്യെ എടി എന്തിൻ്റെ അഹങ്കാരവാടി എൻ്റെ ചെടി ഗൈസ്. അടുത്ത ആൾ ഉന്നം പിടിച്ച് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് കളി കാണാം. ഓ, എൻ്റെ ചെടി മൊത്തം നശിപ്പിച്ച് ആപ്പാട് ശകലം ചെടിയും കൊണ്ട് വെച്ച് ഗൈസ്. ഉന്നം പിടിക്കുന്നുണ്ട് ഗൈസ്. എന്തുവാടി സുട്ടാപ്പിയെ? എൻ്റെ ചെടി മൊത്തം കളഞ്ഞു ഗൈസ്. എൻ്റെ ചെടി മൊത്തം കളഞ്ഞു ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്. വേണ്ട, ഇവിടെ ഇങ്ങ് വരെ വന്ന് നമ്മളെ ചെടി നശിപ്പിച്ചിട്ട് ഇതേ കന്ന് കിടക്കുന്നു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്നത് എന്താടി സുട്ടാപ്പി ഗൈസ്. ഇവക്ക് വേറൊരു സംഭവം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. തൂവലിട്ടുള്ള കളിയുണ്ട്. തൂവലുകാരിയാണ്. തൂവലൊക്കെ ഞാൻ ഇങ്ങനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം ചാടി വരും. ഇവക്ക് പല്ലി എന്ന് വിളിച്ചാൽ അപ്പം ഓടി വരും. പല്ലി ഭയങ്കര തട്ടിക്കളിയൊക്കെ ഗൈസ്. സുട്ടാപ്പിയെ ഒന്ന് കളിച്ചേ, ഒന്നുകൂടി കളിച്ചേടാ. ഒന്നുകൂടി കളിച്ചേ. എന്താടി കളിക്കുന്നില്ലേ? കളിക്കുന്നില്ലേ അടി ഗൈസ്. ഇവളുടെ സ്വഭാവമാണ് കേട്ടോ പല്ലിയെ പിടുത്തം. എവിടെ പല്ലി കണ്ടാലും ഇവള് പിടിക്കും. പല്ലിയടി മുന്നേ ഒന്ന് കാണിച്ചേ. പല്ലിയെ പിടിച്ച് കാണിക്കാം. വാ പല്ലിയെ പിടിച്ച് കാണിക്കാം. ഓടുന്നു ഗൈസ്, ഓടുന്നു. ഞാൻ കാണിച്ചു തരാം ഗൈസ് പല്ലിയെ പിടിക്കുന്ന രംഗം. ഗൈസ്, എല്ലാം കഴിഞ്ഞപ്പോൾ അതെ ഒരാളും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ സുട്ടാപ്പി ഇതാ ഒരാളും കൂടി കൂടിയിട്ടുണ്ട്. ഇട്ടാവും ഭയങ്കര കളിയാണ് ഗൈസ്. കളിയാടാ എന്നാടാ. ഓ, ഇവിടെ വന്നങ്ങ് കിടന്ന് പുള്ളിക്കാരൻ. ഇട്ടാപ്പോ എടാ കള്ള പെണ്ണേ അങ്ങ് കിടന്ന് കേട്ടോ. ഇവിടെ ഭയങ്കര കളി. ദേ കൊച്ചു സാപ്പു ഇവിടെ ഉണ്ട്. തൂവല് എല്ലാവരും ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സെറ്റ്. കുറച്ച് പണിയുണ്ട് ഒരു വണ്ടിക്ക്. ഓക്കെ, എപ്പോഴും ഇത് വേണ്ടാ ഞാൻ ഇതിട്ട് കളിപ്പിക്കുകയാണ്. ഇവിടെ ഉന്നം പിടിക്കുന്നു, അവിടെ ഉന്നം പിടിക്കുന്നു. വന്നേ, ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒരു കുറച്ച് നേരത്തെ ഒന്ന് അനങ്ങാതിരിക്കണം, എന്നാലേ ഇപ്പോൾ കാണാം. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് അനങ്ങായിരുന്നു കഴിഞ്ഞാൽ അവരുടെ കളി കാണാം. ഒരുത്തൻ ഇങ്ങനെ ഉന്നം പിടിക്കാനായിട്ട് അവിടെ മാറിയിരുന്നു. വീണ്ടും ഒരു കല്ലെടുത്തിട്ട് കൊടുക്കാൻ പോണേ.
രക്ഷയില്ല. രസമാ. എന്നാലും നമുക്കുണ്ട്. ഓ പുളി അടിച്ചെല്ലാം കീറുന്നു ഗൈസ്. ഇങ്ങ് കിടന്നു. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അനക്കാം. അയ്യോ ഭയങ്കര ദേഷ്യത്തിലാന്ന് തോന്നല്. ഭയങ്കര അങ്ങ് മലന്ന് കിടന്നു. ഇട്ടാപ്പൂ എൻ്റെ കൂടെ ഇട്ടുപൂ. ഒരു ഹായ് പറയുവോ? പൊളി. ദേ അടുത്ത് ഇറങ്ങിയതേ ഓടുന്നു. എന്താടി ഇവിടെ നടക്കുന്നേ? വേണ്ടതേ ഇനിയിപ്പോൾ ഞാൻ തൂവലി ഇട്ടുമ്പോൾ ഏതായാലും കാണിച്ചു തരാം. ഇപ്പോൾ വേണ്ട പല്ലിയെ ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ അവിടെ ഇതൊന്ന് കാണിച്ചു തരാം. ഇതിപ്പം പക്ക ഉന്നം പിടി തരാം കേട്ടോ ഗായ്സ്. ഈ ചൂലുണ്ട്, ഈ ചൂല് വെക്കുകയാണെങ്കിൽ വെച്ചേക്കും. ഈ ഉന്നം പിടിക്കുന്നുണ്ട്. അപ്പോൾ സുട്ടാബി പല്ലി സുട്ടാബി പല്ലി നോക്ക്. പല്ലി ഓടി പല്ലി വേണ്ടതേ. എന്തേ വല്യ കൈസ് ചുമ്മാ പറ്റിക്കുക. പല്ലി പല്ലി ആരാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാവേ. വന്ന് രണ്ടുപേരും കൂടി ഓടി. വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പിടിച്ചേക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പം പൂച്ചയുടെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിരിക്കുന്നു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ മറ്റേ ചാനൽ തുടങ്ങാനുള്ള ആ ഒരു പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ 2 പൂച്ചക്കുഞ്ഞുങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളെല്ലാം വീഡിയോ കാണാൻ വിടുന്നത് എല്ലാവർക്കും ബൈ.